അതിൽ കൂടുതലായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെടികൾക്ക് പൊട്ടാസ്യം കൂടുതലായിട്ട് കിട്ടേണ്ട സമയത്തൊക്കെ നമുക്ക് ഈ ഒരു വളം ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് പേരക്കയിൽ മാത്രമല്ല കേട്ടോ, എല്ലാ ഫ്രൂട്ടിലും അതിൻ്റെ ഒരു ശല്യം വരും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ ഒരു വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നമ്മളെ ഫിഷ് അമിനാസിഡ് ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് ഗുണം കിട്ടും നമ്മളെ ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കുക ഒരു ടോണിക്, അടിപൊളി ടോണിക് റെഡിയാക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് പേര് അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ആ സുഹൃത്ത് ഈ വളം ഉണ്ടാക്കി കറക്റ്റായിട്ട് ചെടികൾക്ക് ഉപയോഗിക്കാറുണ്ട്. ചില മാസത്തിൽ 2-3 തവണ വെച്ചിട്ട് ചെടികൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റുന്നൊരു വളം കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ വളം സുഹൃത്ത് ഉണ്ടാക്കിയിട്ട് ഒരു മാസം ആകുമ്പോഴത്തേന് ഇതിലേക്ക് പൂപ്പൽ വരുന്നത്, ഫംഗസ് പോലെ വരുന്നത്. അപ്പോൾ ഇനി ഉപയോഗിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഫംഗസ് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫംഗസ് വരെ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു 7 മാസത്തിൻ്റെ മേലായിട്ടുണ്ടോ, ഇതുവരെ ഒരു ഫംഗസും വന്നിട്ടില്ല. ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അയച്ചാൽ ഫംഗസ് വരാതിരിക്കാൻ ഞാൻ ആ വീഡിയോ തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നമ്മളെങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. നമ്മൾ നനഞ്ഞ പാത്രം കൊണ്ട് ഇത് എടുക്കാതിരിക്കുക. അതേപോലെ ബോട്ടിലൊക്കെ ആക്കുന്ന ടൈമിൽ അതിൽ വെള്ളമില്ല എന്നുള്ള നമ്മൾ ഉറപ്പ് വരുത്തുക. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെച്ചാൽ നമുക്കിപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ലേശം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ദീർഘകാലം ഉപയോഗിക്കാനുള്ള പാത്രം നല്ല എയർടൈറ്റായിട്ട് അടച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് വെയിലടിക്കാത്ത സ്ഥലം, അയച്ചാൽ നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി വെക്കുക. അങ്ങനെ നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരു കുഴപ്പം വരില്ല. ഇതിപ്പോൾ കണ്ടില്ല 7 മാസമായിട്ടുണ്ട്, ഒരു കൂപ്പലും വന്നിട്ടില്ല. ഇത് ഫുള്ളുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ റെഡി ആക്കണമെന്നുള്ള വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി വളമാണ്. കാരണം ബീട്രൂട്ടിൽ എന്തൊക്കെ ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചില നമ്മളെ പ്രധാന മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെടികൾക്ക് പൊട്ടാസ്യം കൂടുതലായിട്ട് കിട്ടേണ്ട സമയത്തൊക്കെ നമുക്ക് ഈ ഒരു വളം ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മളെ സെക്കൻഡറി എലമെൻറ്റ്സ് മഗ്നീഷ്യം, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ അയൺ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ധാരാളമായിട്ട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, ഹോർമോണുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമ്മളെ ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടത്. അപ്പോൾ ഈ വളം റെഡിയാക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത കുറേ ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പേരക്ക കായ്ച്ചു വരുന്നുണ്ട്, അതേപോലെ മാങ്ങ കായ്ച്ചു വരുന്നു, അതിലൊക്കെ കറുത്ത ഡോട്ടുകളായിട്ട് വരുന്നത് എന്തോ ഒരു കീടം കുത്തിയതാണ്, ഇതിനെന്താണ് പ്രതിവിധി എന്നുള്ളത്. അപ്പോൾ ഞാൻ മുമ്പ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പേരക്ക അതേപോലെ ഏത് ഫ്രൂട്ടാണെങ്കിലും കായ്ച്ചു വരുമ്പോൾ അതിൽ കറുത്ത ഡോട്ടുകളായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അത് കായ്ച്ചൻ്റെ ആക്രമണമാണ് കേട്ടോ. അത് പേരക്കയിൽ മാത്രമല്ല കേട്ടോ, എല്ലാ ഫ്രൂട്ടിലും അതിൻ്റെ ഒരു ശല്യം വരും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ ഡോട്ടായിട്ട്, ഇത് ഇതിൻ്റെ ആക്രമണം വരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ കായ്ച്ചൻ്റെ ആക്രമണം എങ്ങനെ വരികയെന്ന് വെച്ചാൽ, കായ്ച്ച ഇതിപ്പോൾ ചെറിയ കായായി വരുന്ന ടൈമിൽ തന്നെ ഇതിൽ വന്ന് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ മുട്ട നിക്ഷേപിക്കും. അപ്പോൾ ആ മുട്ടയാണ് പിന്നീട് നമ്മൾ ഫ്രൂട്ട് പഴുത്ത് പാകമായി വരുമ്പോഴൊക്കെ നമ്മൾ പറയുമല്ലോ അതിൽ നല്ല പുയ്ശല്യം ഉണ്ട്, അതെന്താ തടുക്കാന്നുള്ളത്. അതേതാണ് ഈ കായ്ച്ചൻ്റെ ആക്രമണമാണ് കേട്ടോ. അപ്പോൾ ഈ കായ്ച്ചൻ്റെ ശല്യം തടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഫെർമോൺ കെണികളൊക്കെ നമുക്ക് കെട്ടിത്തൂക്കുക, അതേപോലെ മഞ്ഞക്കെണികളൊക്കെ നമുക്ക് കെട്ടിത്തൂക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കെട്ടിത്തൂക്കി കഴിഞ്ഞതിൻ്റെ ശല്യം നമുക്ക് കുറയുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ഫ്രൂട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഇതുപോലത്തെ കവറുകളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് നമ്മൾ കായ് ചെറുതാവുന്ന ടൈമിൽ തന്നെ നമുക്ക് കവർ ചെയ്ത് കൊടുത്താലൊക്കെ കായ്ച്ചൻ്റെ ആക്രമണം നമുക്ക് തടയാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്